മരുന്ന് മരുന്നോ നല്ല മരുന്ന് അരമരുന്ന് പൊടിമരുന്ന് വാട്ടുമരുന്ന് നീറ്റുമരുന്ന് മരുന്നോ നല്ല മരുന്ന്. ശങ്കുണ്ണി എന്തോ ഇവിടെ വരിക. ഇന്നലെ ഇവിടുന്ന് ഉഴിച്ചിലും പിടിച്ചിലും കഴിഞ്ഞു പോയ ആ ഗോപിക്ക് എങ്ങനെയുണ്ട്? അവന്റെ വീട്ടിൽ നിന്ന് ഭയങ്കരമായ കരച്ചിലും പിടിച്ചിലും ഞാൻ കേട്ടു. അതെന്തിന്? ആള് തട്ടിപ്പോയെന്നേ. അപ്പം നമ്മുടെ ഉഴിച്ചിലും പിടിച്ചിലും അങ്ങോട്ട് ഏറ്റില്ല അല്ലേ? അങ്ങയുടെ ഉഴിച്ചിലേറ്റില്ല, പക്ഷെ പിഴിച്ചില് നന്നായിട്ടേറ്റു. ഇവിടുത്തെ ബില്ല് കണ്ടതും വാഴ വെട്ടിയിട്ടതുപോലെയല്ലേ വീണത്. എന്താ തച്ചിലെടുത്ത ഭഗവതി. ഉണ്ണി എന്തോ തെക്കു ദേശത്തുനിന്ന് ആരോ വിഷം നീണ്ടി വരുന്നുണ്ട്. ഇതിനെ കാണാനായിരിക്കും. പിന്നല്ലാതെ. അപ്പ അവനെ തെക്കോട്ടെടുത്തോളും. വരിക വരിക, കേറി വരിക, സൂക്ഷിച്ച്. ആ ആളെ അങ്ങോട്ട് ഇരുത്തുക. ഏതാ പാമ്പ്? കണ്ടത്തിൽ സുബ്രഹ്മണ്യൻ. ഐ മൂർഖൻ അണലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ കണ്ടത്തിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പാമ്പിനെ പറ്റി കേൾക്കണത്. അയ്യോ അതിവന്റെ പേരാ. ആണോ? എന്നാൽ അവനോട് തന്നെ ചോദിച്ചേക്കാം. കടിച്ചത് ആരട് നിന്നെ? അണലിയോ അതോ മൂർഖനോ? പിന്നെ കുടിച്ചതാ. ഏതിനം? എല്ലാ ഇനം അടിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് ബീവറേന്റെ ക്യൂവിൽ നിന്ന് കണ്ണി കണ്ട വിഷം എല്ലാം വാങ്ങി കയറ്റിയിട്ടുണ്ട്. അതൊന്ന് ഇറക്കി തന്നാൽ ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു. ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററില. ആണോ? അവളേതാണ്? ഞാൻ സിസ്റ്റർ സൂസമ്മ. കൊള്ളാട്ടാ. എന്ത്? അല്ല മൊത്തത്തിലുള്ള സെറ്റപ്പ് കൊള്ളാന്ന് പറയായിരുന്നു. മോളെ സിസ്റ്ററെ ആ പഞ്ഞിക്കൈ വെച്ച് ദഹിക്കടി നടുവിന്റെ അവിടെ ഒന്ന് പിടിച്ച തീരെ വയ്യ. വല്ലാത്ത ഇടങ്ങേറാണ് പൊന്നു മോളെ. എന്താ അസുഖം? എന്താ അസുഖമെന്നാ? ശ്വാസം മുട്ട് സഹിക്കാനില്ല നൈസേ, അല്ല ശ്വാസം മുട്ട് സഹിക്കാൻ മേലെ നൈസേ. ഒന്ന് വന്നേച്ചു പോ, ചങ്കിന്റെ അകത്തിതെന്തു വേദന ഒന്ന് നോക്കിയേച്ചു പോ. അറ്റകൈക്ക് ഒറ്റ മൂലിത നല്ല വിറ്റാമിന. വാടിക്കിടക്കാൻ ഞാൻ എന്നാ ചേമ്പലയോ? ഓ കൊച്ചേ എവിടുന്ന്? വാടി കിടക്കാനല്ല പറഞ്ഞത്, പോയി വാർഡിൽ കിടക്കാൻ. യോ ദേ ഡോക്ടർ വരുന്നു. എന്തോ ഡോക്ടർ? ഒന്നും പറയണ്ട എന്റെ സിസ്റ്ററെ. 2-2.5 മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് നിന്ന് വെട്ടി വേർത്തു പോയി. അതെന്നാണാവേ നീ അകത്ത് തെങ്ങിന് തടമെടുക്കുവായിരുന്നോ? എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആയുർവേദക്കാര് ഞങ്ങളുടെ അലോപ്പതിയിൽ ഇടപെടരുതെന്ന്. എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആയുർവേദത്തിനൊപ്പം എത്തിയല്ല നിങ്ങളുടെ ഈ അലുവാപ്പൊതി. അലുവാപ്പൊതിയോ? അല്ല ഉലുവാപ്പൊതി. താൻ എന്റെ അച്ഛന്റെ ശിഷ്യനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ. ആ സിസ്റ്റർ. യെസ് ഡോക്ടർ. അയാളെ വിളിച്ചേ. തന്നെ വിളിക്കണു. ആ ഇരിക്കൂ. കൂടുതൽ ഇരുത്തണ്ട, ഞാൻ ഇരുന്നോളാം. ചീട്ടെടുത്തോ? ചീട്ടെടുക്കാൻ ഞാൻ എന്നാ തത്തമ്മയോ? എന്താ തന്റെ പേര്? മണലകാട് മണികുണ്ട. ഗോൾക്കൊണ്ട കഴിച്ചിട്ടുണ്ട്. മണികുണ്ട എന്താ വന്നത്? എന്റെ വലത്തെ കാലിന്റെ മുട്ടിനൊരു ചെറിയ വേദന. വേദന? വേദന. പ്രായം എത്രയായി? ഈ വരുന്ന ചിങ്ങത്തിൽ 56 തികയും. അപ്പൊ പ്രായത്തിന്റെയാണ് അതാ ഈ വേദന. അത് ശരി, പ്രായത്തിന്റെയാ. അപ്പൊ ഇടത്തെ കാലിന് പ്രായം കുറവാ. ഇനിയിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ. എന്താ? തന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കണം. മുട്ടിന്റെ ചിരട്ടയോ? അതിന് എന്നാ വില വരും? ഒരു 50,000 രൂപയെങ്കിലും വരും. അയ്യോ, അത്രയും വില കൂടിയ ചിരട്ടയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം, ചിരട്ട ഞാൻ കൊണ്ടുവരാം. ഡോക്ടർ മാറ്റി വെച്ചാ മതി. ഓക്കെ. കൊണ്ടുവരുമ്പോ കണ്ണൻ ചിരട്ട വേണോ അതോ മറ്റേ ചിരട്ട വേണോ? കണ്ണൻ തന്നെ ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ ഡോക്ടറെ, ഈ മുട്ടിന്റെ വേദന ഇങ്ങോട്ട് കേറി വരുമ്പോ തലയ്ക്ക് ഭയങ്കര പെരുപ്പാ. തലയ്ക്ക് പെരുപ്പാ? ഛർദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദിച്ചോ. ഞാൻ വേണേ വന്ന് പുറം തിരുമ്മി തരാം. എടോ, തനിക്ക് അലർജി ഉണ്ടോ? അറിയത്തില്ല. ഒരു പണി, ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതെന്നാ, പേന തെളിയത്തില്ലേ? ഗുണ്ടേ, നീ ഇങ്ങോട്ട് വേണവേ. നന്നായിട്ട് തെളിയുന്ന സ്കെച്ച് പേരുണ്ട്, ഞാൻ എഴുതി തരാം. തന്നോട് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അലോപ്പതിയിൽ ഇടപെടരുതെന്ന്. നിന്റെ ഒരു മുറുക്കാൻ മതി. പോടേർക്കാ. ഡോക്ടർ സുരേന്ദ്രൻ, ഒന്ന് നിൽക്കണം. എന്താച്ചാ? നിനക്കിപ്പോ ആയുർവേദത്തോട് പുച്ഛമല്ലേ? കണ്ണി കണ്ട കമ്മ്യൂണിസ്റ്റ് വെച്ച് ചപ്പും ചവറും ഒക്കെ പിഴിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നതാണോ ആയുർവേദം? അപ്പൊ നീ ചെയ്യുന്നതോ? ഞാൻ എന്ത് ചെയ്തു? പനിയായിട്ട് വരുന്ന പാവം രോഗികളെ ഓപ്പറേഷൻ ചെയ്യലല്ലേ നിന്റെ പണി. നീ അത്രയ്ക്ക് വലിയ ഡോക്ടറാണെങ്കിൽ അയാളുടെ കാലിന് എന്ത് പറ്റിയാണെന്ന് പറയാമോ?
നിഷ്പ്രയാസം. എന്തോന്ന്? അതാ പാദത്തിന്റെ എല്ല് പൊട്ടിയേക്കുന്നതാ. ഓടാ അവിടുന്ന്. പിന്നെ എല്ല് പൊട്ടിയെന്നു? എടാ അത് അവന്റെ ഞരമ്പ് പിടച്ചതാ. എല്ല് പൊട്ടിയതാണ്. ഓടാ, ഞരമ്പ് പിടച്ചതാ. ഒന്നും നിർത്തപ്പാ. അവന്റെ ഒരു എല്ല് പൊട്ടലും ഞരമ്പ് വരച്ചിലും എന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ട് ഒരു കണക്കിന് ഞാൻ വീട്ടിലേക്ക് നടന്നു പോണേണ്. പ്രകാശ് 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 പ്രകാശ്. ആ വന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ തുമ്മൽ കൂടിയിട്ടുണ്ടല്ലോ. കൂടുതലാ വൈദ്യരെ. പ്രകാശ് അങ്ങോട്ട് പിടിച്ച് കിടത്തുക. പ്രകാശ്. ശങ്കുണ്ണി, എന്നാ ആ ധാര മൂക്കിൽ വീഴത്തക്ക വിധം അദ്ദേഹത്തിനെ അങ്ങോട്ട് കിടത്തുക. ആധാരം മൂക്കി വീഴാനോ? ആധാരമല്ല, ആ ധാര. ഓ മനസ്സിലായില്ലേ? അങ്ങോട്ട് കിടത്തുക. ശങ്കുണ്ണി, ആ 4000ന്റെ ബില്ല് അങ്ങോട്ട് കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് ആ ഷർട്ട് അങ്ങോട്ട് കൊടുത്തു വിടുക. പ്രകാശ് 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 പ്രകാശ്. അങ്കിൾ ഇങ്ങോട്ട് വരൂ. വൈദ്യരറിഞ്ഞാൽ പിണങ്ങും. പ്രകാശ് എന്തിനു പിണങ്ങാൻ? ഞാൻ ആ വൈദ്യരുടെ മോനല്ലേ. ഇങ്ങോട്ട് വാ, ഞാൻ മാറ്റി തരാം. ആണോ? വന്നിരിക്കണേ ശങ്കുണ്ണി, ഒരു 4000ന്റെ ബില്ല് അങ്ങോട്ട് റെഡിയാക്കി വെക്ക. എന്താ ഇപ്പൊ പുതിയ വിശേഷം? താൻ ഇനി എന്നെ ചികിത്സിക്കണ്ടോ? ചികിത്സിക്കണ്ടെന്നോ? അതെന്താ? കഴിഞ്ഞ 20 വർഷം കൊണ്ട് തനിക്ക് മാറ്റാൻ പറ്റാത്ത എന്റെ തുമ്മല് തന്റെ ഈ മോൻ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിയിടോ. നേരോ? വളരെ ഉപകാരം മോനെ. ഡോക്ടർ സുരേന്ദ്രൻ ഒന്ന് നിക്കണം. എന്താച്ചാ? 20 വർഷമായിട്ട് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന അയാളുടെ തുമ്മൽ ഒറ്റ നിമിഷം കൊണ്ട് നീ മാറ്റിയല്ലേ? അതെ. എങ്ങനെ? എന്റെ അച്ഛാ വെറും സിമ്പിൾ. അയാളുടെ മൂക്കിലെ ഒരു രോമം മുകളിലേക്ക് വളഞ്ഞു കുത്തുന്നത് കൊണ്ടാണ് അയാൾ തുമ്മിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കത്രി എടുത്ത് അത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അയ്യോ എടാ മഹാഭാവി, നീ ആ രോമം കട്ട് ചെയ്ത് കളഞ്ഞല്ലേടാ? നിനക്കറിയോ, കഴിഞ്ഞ 20 വർഷമായി നിന്നെ പഠിപ്പിച്ച് MBBS അടുപ്പിച്ചതും നിന്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതും നമ്മൾ ഈ മണിമാളിക പണിഞ്ഞതും കാറ് വാങ്ങിച്ചതുമെല്ലാം ആ ഒരൊറ്റ രോമം കൊണ്ടായിരുന്നു. ആ രോമം നീ വെട്ടിക്കളഞ്ഞല്ലോടാ കുലദ്രോഹി. അച്ഛ, ഈ കാലമത്രയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്തു. എന്നെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കി. അതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷവുമുണ്ട്. പക്ഷേ അച്ഛനൊന്നും മനസ്സിലാക്കണം, കാലവും കാലഘട്ടങ്ങളും മാറി. എവിടെയും സോഷ്യൽ മീഡിയ സജീവമാണ്. ഒട്ടുമിക്ക മനുഷ്യരും വിദ്യാസമ്പന്നരുമാണ്. ഏത് രോഗത്തിനും മുക്കിലും മൂലയിലും നല്ല നിലവാരമുള്ള ഡോക്ടേഴ്സ് ഉണ്ടെന്ന കാര്യം നാം മറക്കരുത്. എൻ്റെ അച്ഛന് പ്രായമായില്ലേ? ഇനിയുള്ള കാലം എൻ്റെ തണലിൽ അച്ഛൻ സുരക്ഷിതനായിരിക്കും. മോനെ സുരേന്ദ്ര, അച്ഛന് സന്തോഷമായണം. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മക്കളിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പലതും പ്രവർത്തിക്കേണ്ടി വന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ഞാൻ എൻ്റെ അച്ഛൻ്റെ കുലത്തൊഴിലായ നാട്ടുചികിത്സ ചെയ്താണ് ജീവിതം തള്ളി നീക്കിയത്. എനിക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും നിന്നെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കുക. അരുതാത്ത എന്തെങ്കിലും ഈ അച്ഛൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. അച്ഛാ,